നമ്മൾ പാത്രത്തിലൊക്കെ ഇട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല ചപ്പാത്തിക്കും ചോറിനും നെയ്ച്ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ ചിക്കൻ കറിയാണ്. നമ്മൾ വെച്ച് കഴിക്കണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ല ഒരു നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കണം കേട്ടോ. ഇന്നൊരു ചിക്കൻ കറിയാണ് വയ്ക്കാൻ പോകുന്നത്. അതിനാവശ്യമുള്ള ചിക്കൻ, ഗരം മസാല, മല്ലി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി നമ്മളപ്പോൾ എല്ലാം കൂടെ പുരട്ടി വെച്ചാണ് ചെയ്യുന്നത്. അതിനാവശ്യമുള്ള ചിക്കൻ എടുക്കുക. ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1/2 സ്പൂണ്, ഗരം മസാല 1 സ്പൂൺ. പിന്നെ നമ്മൾ ആവശ്യത്തിന് തൈര് 1/2 സ്പൂണ്, പിന്നെ കരിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളക്, തക്കാളി, ഇതെല്ലാം കൂടെ നമ്മൾ തിരുമ്മി യോജിപ്പിച്ച് വെക്കുകയാണ്. പോലെ സബോള വറുത്തതാണിത്. ആവശ്യത്തിന് ഉപ്പ്, ഉപ്പ് 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. സോയാ സോസ്, ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ തിരുമ്മി യോജിപ്പിച്ച് വെക്കുകയാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. കുറച്ച് അതും കൂടെ ചേർത്ത് തിരുമ്മി നമുക്ക് വയ്ക്കാം. ഇതിൽ വെള്ളം ചേർക്കുന്നില്ല, വെള്ളം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്. ഇപ്പം പനിയൊക്കെ ആയിരുന്നു, കുറേ ദിവസങ്ങളായി പനിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ക്ഷീണമുണ്ട്, എന്നാലും ഇന്നൊരു വീഡിയോ ഇട്ടാക്കാമെന്ന് ഓർത്തു. ഇനി നമുക്കിതിൻ്റെ അകത്ത് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. നമ്മൾ വേറെ എണ്ണ ചേർക്കുന്നില്ല. നമ്മളത് യോജിപ്പിച്ച് ഇത്രേ ഉള്ളൂ. നമുക്ക് യോജിപ്പിച്ചതൊന്ന് അടുപ്പ് വയ്ക്കാം. ഇതാണ് പരുവം. നമുക്കത് അടുപ്പ് വയ്ക്കാം. നമ്മൾ അടുപ്പ് വെച്ചു. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇതാണ് പരുവം. ഉപ്പെല്ലാം ഉണ്ട്. നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ചിക്കൻ്റെ വെള്ളം ഇറങ്ങി. അതൊന്ന് ഇളക്കി നോക്കാം. ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി. നമുക്കിനി ഉപ്പൊക്കെ നോക്കാം. പനിയൊക്കെ കഴിഞ്ഞ പിന്നെ ബായ്ക്കൊക്കെ ടേസ്റ്റൊന്നുമില്ല. ഒരു 5 മിനിറ്റ് കൂടെ ഇരിക്കട്ടെ. വെള്ളം ഒന്ന് പറ്റിയിട്ടേ. വെള്ളം ചേർത്തിട്ടേ ഇല്ല, ചിക്കൻ്റെ വെള്ളമാണ്. ഒരു 5 മിനിറ്റ് കൂടെ നോക്കാം. നമുക്ക് തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. നമുക്കിനിയിപ്പം കറിവേപ്പിലയും കൂടെ ഇടാം. വെന്തിട്ടുണ്ട്. ഇത് ഇറച്ചിയുടെ വെള്ളം മാത്രമേ ഉള്ളൂ, നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. പറ്റി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് നിർത്തിയിട്ട് അങ്ങ് അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് പാത്രത്തിലോട്ടാക്കാം.
അടച്ച് വയ്ക്കാം. 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. നമുക്കിനി തുറന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി. ഇതാണ് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാം പാകത്തിനാണ്. നമ്മൾ പെട്ടെന്ന് വെക്കാവുന്ന ചിക്കൻ കറിയാണ്. നമുക്കിനി പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം.